കേരള ക്രിക്കറ്റ് ടീം മറ്റൊരു അഭിമാനകരമായ നേട്ടത്തിൻ്റെ മുന്നിലാണ്. വരുന്ന ദിവസം ഒമാനിലെ ദേശീയ ടീമുമായി പരിശീലന മത്സരത്തിൽ ഏർപ്പെടുവാനുള്ള ഒരു അവസരം കേരള ക്രിക്കറ്റ് ടീമിന് ലഭിച്ചിരിക്കുന്നു. അതിൻ്റെ ഒരുക്കങ്ങളിലാണ് കേരള ടീം ഉള്ളത് തൊടുപുഴയിലെ KCA ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ. നമുക്കൊപ്പം ടീം ക്യാപ്റ്റൻ സാലി സാംസണാണ് ചേരുന്നത്. എങ്ങനെ കാണുന്നു ഈ അവസരത്തെ? വളരെ നല്ലൊരു അവസരമാണ് എല്ലാവർക്കും യങ്സ്റ്റേഴ്സിന്. നമ്മൾ KCAയിൽ പെർഫോം ചെയ്ത ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെയാണ് ഇതിൽ എടുത്തിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. ഏഷ്യ കപ്പിലേക്കടക്കം യോഗ്യത നേടിയ ടീമാണ് ഒമാൻ്റെ ദേശീയ ടീം. അപ്പോൾ എങ്ങനെയായിരിക്കും, ഒരു ചലഞ്ചായിരിക്കുമോ അവരുമായിട്ടുള്ള മത്സരം? ഞാനിപ്പോഴും നമുക്ക് ക്വാളിറ്റി ഓഫ് ക്രിക്കറ്റ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന സെയിം തന്നെയാണെന്നാണ് വിചാരിക്കുന്നത്. കേരളത്തിൽ അത്രത്തോളം പൊട്ടൻഷ്യലുണ്ട്. നമ്മുടെ ടീമും വളരെയധികം ബാലൻസ്ഡ് ആണ്. കറൻ്റ് ബെസ്റ്റായിട്ട് പെർഫോം ചെയ്ത ഒരു ബഞ്ച് ഓഫ് പീപ്പിളിനാണ് എടുത്തിരിക്കുന്നത്. എന്താ പറയുക, ക്രിക്കറ്റിംഗ് ഈക്വൽ തന്നെ ആയിരിക്കും കോമ്പറ്റീഷൻ, അത്രയാണ്. ഒരുക്കങ്ങളൊക്കെ എവിടം വരെയായി, പരിശീലനങ്ങളൊക്കെ? നല്ല ബെസ്റ്റ് പോസിബിൾ വേയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളെല്ലാവരും ഒരു സിങ്കിലിരിക്കുകയാണ്. ഒരു ടൂർണമെൻറ്റ് കഴിഞ്ഞ് കുറച്ച് ദിവസം ആയിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ഫ്ലോയിൽ തന്നെ നന്നായിട്ട് പോകുന്നുണ്ട്. സാലി തന്നെ പറഞ്ഞു, KCAയിൽ വലിയ പെർഫോമൻസ് നടത്തിയ ആളുകളാണ് ടീമിലേക്ക് എടുത്തിട്ടുള്ളത്. എങ്ങനെ ടീമിനെ കുറിച്ചൊന്ന് പറയാമോ? ടീം വളരെയധികം ബാലൻസ്ഡ് ആണ്. എല്ലാവരും ഇപ്രാവശ്യവും നമുക്ക് എല്ലാവരും കുറേ ഓൾറൗണ്ട്സിൻ്റെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് അധികം ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീം തന്നെയാണ്. മികച്ച പെർഫോമൻസ് ആരിൽ നിന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്? ഏതൊക്കെ മേഖലകളിൽ? എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്ത് വന്ന ആൾക്കാരാണ്. അപ്പോൾ അവസരം കിട്ടുമ്പോൾ എല്ലാവരും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ക്യാപ്റ്റൻ തന്നെ പറഞ്ഞു, KCAയിൽ മികച്ച പെർഫോമൻസ് നടത്തിയ ആളുകളെയാണ് ടീമിലേക്ക് എടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് ടീമിൻ്റെ ഒരു പെർഫോമൻസിനെ കാണുന്നത്? ടീം ആക്ച്വലി നല്ലൊരു കോമ്പിനേഷനാണ്. നമ്മൾ ഇപ്പോൾ ടീം എടുത്ത് നോക്കുകയാണെങ്കിൽ KCL ചാമ്പ്യനായ ടീമിൻ്റെ ക്യാപ്റ്റനാണ് സാലി സാംസൺ. പിന്നെ ടീമിൻ്റെ ലൈനപ്പ് തന്നെ ഐ തിങ്ക് സെലക്ടർ ഹാസ് ഡൺ എ ഗുഡ് ജോബ് ടു പിക്ക് എ ഗുഡ് സൈഡ്. ആക്ച്വലി നല്ല ടീം ആക്ച്വലി. എങ്ങനെ ഈ അവസരത്തെ കാണുന്നു ദേശീയ ടീമുമായിട്ട് ഉള്ള മത്സരത്തെ? ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആക്ച്വലി. ഒരു കേരള ടീം ഒരു ഇൻ്റർനാഷണൽ ടീമായിട്ട് മാച്ച് കളിക്കുക നമ്മൾ. ഐ തിങ്ക് ഫുൾ ക്രെഡിറ്റ് ഷുഡ് ഗോ ടു KCA ഫോർ അറേഞ്ചിങ് സച്ച് സോർട്ട് ഓഫ് മാച്ചസ്. ഇങ്ങനെ ഒരു രാജ്യത്തിൻ്റെ ദേശീയ ടീമുമായിട്ട് നമ്മുടെ കേരള ടീം മത്സരിക്കുകയാണ്. ഒരു പ്രതിസന്ധിയോ ഏതെങ്കിലും ആശങ്കകളുണ്ടോ? ഇത്തിരി ഒരു ചെറിയ ഒരു ജിറ്റേഴ്സ് ഉണ്ട്. ബട്ട് സ്റ്റിൽ നമ്മൾ എക്സ്പീരിയൻസ് പ്ലേയേഴ്സാണ് നമ്മളുടെ. സോ നത്തിങ് ടു വെരി മച്ച്. പരിശീലനമൊക്കെ എങ്ങനെ പോകുന്നു? നന്നായി പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് 3 days ആയിട്ട് ഇവിടെ ക്യാമ്പ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു കോമ്പിനേഷൻ സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ആക്ച്വലി. സോ താങ്ക്സ് ടു KCA അഗൈൻ. കോച്ചാണ്, എങ്ങനെ കാണുന്നു മത്സരത്തെ? എന്താ സബുചേട്ടൻ പറഞ്ഞ പോലെ നല്ലൊരു സൈഡാണ് നമ്മൾ. നല്ല എക്സ്പീരിയൻസ് സൈഡാണ്. KCAയിൽ ഇത്രയും മാച്ചസ് കളിച്ച് നല്ല എക്സ്പീരിയൻസ്ഡാണ് എല്ലാവരും. T20 കളിക്കാൻ വേണ്ടി അതുകൊണ്ട് ഫുൾ നമ്മൾ നല്ല കോൺഫിഡൻസിലാണ്. വലിയൊരു അവസരമായിട്ടാണ് ഒമാൻ ദേശീയ ടീമുമായിട്ടുള്ള ഈ മത്സരിക്കാനുള്ള അവസരത്തെ KCA തന്നെ കാണുന്നത്. മികച്ച ഒരു ടീമിനെ അതിനായിട്ട് സന്നദ്ധമാക്കിയിട്ടുണ്ട്. തൊടുപുഴയിൽ വെച്ചാണ് അതിൻ്റെ പരിശീലന പരിപാടികൾ നടക്കുന്നത്. അപ്പോൾ അതിലൊരു കൗതുകകരമായ ഒരു കാര്യം, ഒരു തൊടുപുഴക്കാരൻ കൂടി ആ ടീമിൽ ഉണ്ട് എന്നുള്ളതാണ്. അഖിൽ സ്കറിയ നമ്മളൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെ കാണുന്നു ഈ അവസരത്തെ, ഒമാൻ ദേശീയ ടീമുമായിട്ട് മത്സരിക്കാനുള്ള അവസരത്തെ? ഒരുപാട് സന്തോഷമുണ്ട്. കാരണം KCAയിലെ പെർഫോമൻസ് ബേസ് ചെയ്താണ് എനിക്ക് ടീമിലുണ്ടായത്. അപ്പം ഒരു ഇൻ്റർനാഷണൽ ടീമായിട്ട് കളിക്കാൻ ഒരവസരം കിട്ടുമ്പോൾ നമ്മുടെ സ്ട്രെങ്ത്ത് അല്ലെങ്കിൽ നമ്മുടെ വീക്ക്നെസ്സൊക്കെ അവിടെ ടെസ്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ അതൊരു ഭയങ്കര ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ദേശീയ ടീമാണ്, ഏഷ്യ കപ്പിലടക്കം യോഗ്യത നേടിയ ടീമാണ്. 2020 ഫോർമാറ്റിലാണ് മത്സരം. നമ്മുടെ ടീം അതിന് പ്രിപ്പയർ ആണോ? അതെ, വെൽ പ്രിപ്പയർഡാണ്. കാരണം KCAലിന് ഫോളോ അപ്പ് ഒരു 1 week റെസ്റ്റല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എല്ലാവരും നല്ല ടച്ചിലാണ്. അപ്പം പ്രിപ്പറേഷൻ നന്നായിട്ട് പോകുന്നുണ്ട്. ഇനി മാച്ചിൽ നോക്കാം എന്താണ് സംഭവിക്കുന്നത്. നിർണായക ഒരു മത്സരത്തിന് മുമ്പ് സ്വന്തം നാട്ടിൽ തന്നെ പരിശീലനത്തിനായി എത്താൻ കഴിഞ്ഞു. എങ്ങനെ കാണുന്നതിനെ? ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഒരു സീനിയർ ടീമിൻ്റെ ക്യാമ്പായിട്ട് വരുന്നത്. അപ്പം ഒരുപാട് സന്തോഷമുണ്ട്. ചെറുപ്പത്തിൽ നിരവധി കളികൾ ഇവിടെ കളിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? പിന്നെ ഒരുപാട് Under 14 തൊട്ട് കളിക്കുന്നതാണ്. അപ്പം സ്വന്തം നാട്ടിലൊരു ക്യാമ്പ് വരുമ്പം എപ്പോഴും ഇവരുടെ സ്നേഹമൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. തീർച്ചയായും കേരള ടീം പൂർണ്ണ സജ്ജരാണ് എന്നാണ് പറയുന്നത്. പരിശീലനങ്ങൾ തുടരുകയാണ്. മറ്റന്നാൾ ഒമാനിലേക്ക് അവർ പോകും. അവിടെ വെച്ചാണ് മത്സരം നടക്കുക. ദേശീയ ടീമുമായി കേരള ടീമിന് കളിക്കാൻ ഒരവസരം കിട്ടുന്നു എന്നുള്ള അപൂർവ നിമിഷത്തിലാണ് നാം ഉള്ളത്. ജിബിൻ തോമസിനൊപ്പം മുഹമ്മദ് ആഷിഖ്, മീഡിയ 1 ഇടുക്കി.